കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കാൻ ഉറച്ച് താമരശ്ശേരി രൂപത. രൂപതയ്ക്ക് കീഴിലെ എല്ലാ KCYM യൂണിറ്റുകളിലും സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. ഇടുക്കി രൂപതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് KCYM താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കാക്കുടി ജനം ടിവിയോട് പറഞ്ഞു. ഈ മാസം 4-ന് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചിത്രം പ്രദർശിപ്പിച്ചതെന്ന് രൂപത വിശദീകരിച്ചിരുന്നു. എന്നാൽ ചിത്രം പ്രദർശിപ്പിച്ചത് മൂലം കടുത്ത വിമർശനമാണ് ഇടതു വലതു മുന്നണി നേതാക്കളിൽ നിന്നും ഇടുക്കി രൂപതയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇതോടെ ഇടുക്കി രൂപതയ്ക്ക് പിന്തുണയുമായാണ് താമരശ്ശേരി രൂപത രംഗത്ത് വന്നത്. കേരള സ്റ്റോറി നിരോധിത സിനിമയല്ലെന്നും പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും KCYM താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ ജോർജ് വെള്ളക്കാക്കുടി ജനം ടിവിയോട് പ്രതികരിച്ചു. ലവ് ജിഹാദിനെ തരത്തിൽപ്പെടുന്ന 300-ലധികം കേസുകൾ രൂപത ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നും ഇത്തരം കേസുകളിൽ പെൺകുട്ടികളെ നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നെന്നും ചില തീവ്ര സംഘടനകളുടെ നിരോധനത്തിന് ശേഷം അല്പം മാറ്റം വന്നതായും ഫാദർ കൂട്ടിച്ചേർത്തു. ഈ സിനിമ നിരോധിത സിനിമയല്ല. അപ്പോൾ അതിനെ കാണിക്കാനോ അതിനെ കാണാനോ പ്രദർശിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. പക്ഷെ അതിനെ അത്തരത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് പോലും അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടുക്കി രൂപതയ്ക്ക് സപ്പോർട്ട് നൽകാൻ എന്നൊരു പ്രൈമറി ഉദ്ദേശത്തോടെ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു അവയർനെസ് നമ്മളുടെ കുട്ടികളുടെ ഈ വിഷയം ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തെ ശരിക്കും കുട്ടികളിലേക്ക് എത്തിക്കണം, ഒരു അവയർനെസ് കൊടുക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒരു 300-ലധികം കേസസ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു ഒരു വലിയ നമ്പറോളം അതിനകത്ത് ഭൂരിപക്ഷം കേസസും ഇങ്ങനെയുള്ള ഫ്രോഡ് കേസസ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ചില തീവ്ര നിരോധിത സംഘടനകൾ എന്ന് വിളിക്കപ്പെടുന്ന ചില സംഘടനകൾ അതിൻ്റെയൊക്കെ നിരോധനത്തിന് ശേഷം ഒത്തിരി മാറ്റം വന്നതും കാണുന്നുണ്ട്. രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിലെ കുടുംബ കൂട്ടായ്മകളിൽ ചിത്രം പ്രദർശിപ്പിക്കാനാണ് തീരുമാനം. ജനം, കോഴിക്കോട്.